അല്ലേ? അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട യാത്രയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ബാച്ച് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും സെക്കൻഡ് ബാച്ചിലേക്ക് വെൽക്കം വെൽക്കം. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ക്യാമറ ഓൺ ആക്കിയിരിക്കുക. നമ്മൾ ഏതൊരു സെഷനിലും ക്യാമറ ഓൺ ആക്കിയിരിക്കുക എന്നുള്ളതുള്ള ബെനിഫിറ്റ് ഒരിക്കലും എനിക്കല്ല, നിങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ ഫോക്കസ് മൊത്തം നിങ്ങൾ ഇവിടെ കൊടുക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങളിവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന അറിവുകൾ എന്താണെങ്കിലും അത് നമ്മൾ നേടിയെടുക്കാൻ വരുന്ന സമയത്ത് നമ്മളുടെ സാഹചര്യവും സിറ്റുവേഷനൊക്കെ മാക്സിമം നമ്മൾ ക്യാമറ ഓൺ ചെയ്യാനുള്ള സിറ്റുവേഷൻസിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിനെ ഓൺ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈനിലേക്കാണ് പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടു ജോലി എടുത്തുകൊണ്ടോ വീട്ടു വസ്ത്രം ധരിച്ചുകൊണ്ടോ അല്ലല്ലോ പോകണത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് തന്നെ ഇന്ന് ഇത്ര മണിക്കൂറൊക്കെ ഇന്ന ഒരു സെഷൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോട് കൂടി തന്നെ നമ്മൾ ആ ഒരു സെഷനിലേക്ക് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് അതൊരു ഓഫ്ലൈനിൽ ഇരിക്കുന്ന ഒരു മൂഡോട് കൂടിയിട്ട് അതിനെ മാക്സിമം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പുറത്ത് പോകുന്ന ആൾക്കാരാണ്. ആരും പുറത്ത് പോവാത്ത ആളുകളാണ്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആണുങ്ങളെയും കാണുന്നുണ്ടാവും, പെണ്ണുങ്ങളെയും കാണുന്നുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മൾ എല്ലാവരെയും കാണുന്ന സമയത്ത് നമ്മൾ ഏത് ഡ്രസ്സ് ധരിച്ച് ഏത് രൂപത്തിലായിരിക്കുമോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മൾ നമ്മളുടെ ബോഡിയെ സേഫ് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് മാക്സിമം ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ ഫസ്റ്റ് തന്നെ അൽഹംദുലില്ലാ ഒരാൾ ക്യാമറ ഓൺ ആക്കി വന്നിരിക്കുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം ചേട്ടാ. സൈഫുന്നിസ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ക്യാമറ ഓൺ ആക്കി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ള, എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണല്ലോ. ഇവിടെ എന്നല്ല, ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ളതിൽ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ആ കിട്ടുന്ന സാധനത്തിന്റെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന, അത്രയും നല്ല രീതിയിലുള്ള, അത്രയും നല്ല വശത്തോടു കൂടി നമുക്ക് ആ ഒരു സംഭവത്തെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹവും കൂടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ആഗ്രഹം ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കത് അതിൻ്റെതായ നല്ല വശത്തോട് കൂടിയിട്ട് നമുക്കത് കിട്ടിക്കൊള്ളണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ആ ഒരു നല്ല രീതിയിൽ തന്നെ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ആദ്യം തന്നെ ഒരുങ്ങണം എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം അതിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നോ അത്രയായിരിക്കും നമുക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിയഗ്രാം എന്താണ്? എനിയഗ്രാം എന്നത് അധിക പേർക്കും ചിലപ്പോൾ കേട്ട് കേൾവിയില്ല. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ പാരന്റിങ് സെഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെഷൻസുകൾ നമ്മൾക്ക് കേട്ടിരിക്കാം അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിരിക്കണമെങ്കിൽ ഈ എനിയാഗ്രാം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ആളുകൾക്കൊന്നും ചിലപ്പോഴെങ്കിലും കേൾക്കാത്ത ഒരു സംഭവമായിരിക്കും അല്ലെ? ഈ എനിയാഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഈ ഒരു ടൂൾസ് എന്ന് പറയുന്നതിന് ഏകദേശം 4500-ൽ കൂടുതൽ വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 4500-ഓളം കൂടുതൽ പഴക്കമുള്ള ഈ ഒരു സാധനമായിട്ട് പോലും എന്തുകൊണ്ട് അത്രയും കൂടുതൽ സമൂഹത്തിനിടയിലേക്ക് ഇത് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സമൂഹത്തിനിടയിലേക്ക് ഇത് എത്തിപ്പെടാത്തത് കൊണ്ടല്ല, സമൂഹത്തിനിടയിലേക്ക് ഇത് എത്തിപ്പെടുന്നുണ്ട്, ഇതിലേക്ക് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും ഈ ഒരു ടൂൾസ് ഉപയോഗിക്കാനോ പഠിക്കാനോ റെഡിയാവുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടൂൾസ് ഉപയോഗിക്കാനോ പഠിക്കാനോ റെഡിയാവാത്തത്? എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാത്ത, കൂടുതൽ ആളുകളും എടുക്കാത്ത, കൂടുതൽ ആളുകളും അതിനെ ഉൾക്കൊള്ളാൻ മീൻസ് അതിലേക്ക് ഇറങ്ങി പഠിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഈ ഒരു ടൂൾ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങാനുണ്ടായ റീസൺസും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഇനാഗുറേഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ടൂൾസ് അത്യാവശ്യമാണ് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ലൈഫിനെ കളർഫുൾ ആക്കണമെങ്കിൽ ഈ ഒരു ടൂൾസ് ഇനി എത്രയോ 10 ആളോ 100 ആളോ 200 ആളോ വരണം എന്നുള്ളതല്ല, മറിച്ച് ഒരാളാണെങ്കിൽ ഒരാൾ നമ്മുടെ മുന്നിലേക്ക് ഈ ടൂൾസ് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവർ വരികയാണെങ്കിൽ അവർക്ക് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒറ്റൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിനെ തന്നെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് കുറവായിരിക്കും, നോ പ്രോബ്ലം. എനിക്കതുകൊണ്ട് യാതൊരു വിഷമവുമില്ല. കാരണം ഒരാൾക്ക് മാറ്റത്തിലൂടെ ഇവരുടെ മാറ്റം കണ്ട് ഇവരുടെ കൂടെയുള്ളവരിലേക്ക് ഇതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ഒരു ചെടി നടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു ചെടി നട്ട് ചിലപ്പോഴെങ്കിലും അതെന്തായിരിക്കും 1-2 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ചെടി കൊണ്ട് നമ്മുടെ മുറ്റം നിറയെ അലങ്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിപ്പെടും അല്ലേ? അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മുന്നിലേക്ക് വരുന്ന നിങ്ങൾ കുറഞ്ഞ പേരാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇനി ഒരു വർഷത്തേക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകളിലേക്ക് നമുക്കിത് കൊടുക്കാനും, നമ്മുടെ എനിയഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചാടി വന്ന് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കും കൂടി എത്തിപ്പെടും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഇത് ഏകദേശം 4500-ഓളം
വർഷം പഴക്കമുള്ളൊരു ടൂൾസാണ്. ഇതിനെ പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രാചീന കാലം മുതൽ കൊണ്ടുവന്നിരിക്കുന്നത് സൂഫിമാരാണെന്ന് പറയപ്പെടുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അവരൊരിക്കലും ഗുരുവിന്റെ പേര് വെളിപ്പെടുത്താൻ വേണ്ടി അവർ സമ്മതിച്ചിട്ടില്ല. ആരാണ് എന്താണ് എന്നൊന്നും ഒരിക്കലും എന്തായിട്ടില്ല, അവരിതിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അവരുടെ പേര് പറയാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ, ഇവർ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൂൾസിനെ വളരെ മുമ്പ് തന്നെ ഇവർ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു ടൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചാരസംഘങ്ങൾക്ക്, അതുപോലെ തന്നെ ഒരു യുദ്ധം നടക്കുന്ന സൈന്യങ്ങൾക്ക്, ഇവരുടെയൊക്കെ ഇടയിലൊക്കെ ഈ ഒരു ടൂൾസ് അത്രയധികം ഉപകാരപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു ടൂൾസ് ആയതുകൊണ്ട് തന്നെ അമേരിക്ക പോലുള്ള കൺട്രീസിലൊക്കെ ഇത് വളരെ നേരത്തെ തന്നെ പിന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു ടൂൾസാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആയിരിക്കാം ചിലപ്പോഴെങ്കിലും അത്രയും വൈകി വരുന്നത് എന്നുള്ളതാണ്. ഇനി പറയുകയാണെങ്കിൽ ഇവിടെ ആ ഒരു 4500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതേപോലെയല്ല ഇപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് അപ്ഡേഷൻസ് വന്നിരിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ഒരുപാട് പിന്നെ തലമുറകളായി കൈമാറ്റം വന്ന് തലമുറകളായി അതിനെ അപ്ഡേഷൻസ് ചെയ്ത് അതിലേക്ക് മാറ്റങ്ങൾ വരുത്തിച്ചു കൊണ്ടാണ്. അപ്പൊ ഈ എനിയ എന്ന് പറയുന്ന 9 എന്നുള്ള ഈ ഒരു വാക്ക്, ഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എന്നാണ്. അപ്പൊ ഈ എനിയ എന്ന് പറയുന്ന ഈ 9, 1 മുതൽ 9 വരെയുള്ള ഒരു ഗ്രാഫ്, ഇതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു മലയാളത്തിൽ നാമമില്ല. പ്രത്യേകിച്ച് ഏത് ഭാഷയിലും എല്ലാത്തിലും ഇതിന് എനിയാഗ്രാം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് 9 കോണുകളുള്ള, 9 മുഖമുള്ള, അങ്ങനെയാണ് 9 മുഖങ്ങളുള്ള ഒരു സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, സർക്കിളിന് നമുക്ക് എന്തില്ല, ആരംഭവും ഇല്ല അവസാനവും ഇല്ല, അതങ്ങനെ റൗണ്ട് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു സംഭവമാണ് സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഈ സർക്കിളായിക്കൊണ്ട് ഇതിങ്ങനെ നമ്മുടെ ആ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സർക്കിളിലൂടെ ഈ സംഭവം, നമ്മുടെ ഈ ഒരു എനിയാഗ്രാം എന്ന് പറയുന്ന ഈ ചക്രം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതിൽ പറയപ്പെടുന്നത് നമുക്കതിൽ 3 പവർ പോയിന്റ്സുകളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടർ എന്ന് പറയും, നമ്മുടെ വയറുമായി സംബന്ധിച്ച ഗട്ട് സെന്റർ എന്ന് പറയും. പിന്നെ പറയപ്പെടുന്നത് നമ്മുടെ ഹേർട്ട് സെന്റർ എന്ന് പറയും, ഹൃദയവുമായി കണക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് ഹെഡ് സെന്റർ. അങ്ങനെ ഹെഡ് സെന്റർ, ഹേർട്ട് സെന്റർ, ഗട്ട് സെന്റർ, ഈ 3 സെന്ററുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളും, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പറയപ്പെടുന്നു നമ്മളുടെ രണ്ടാമത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കാണ്. നമ്മുടെ ഫസ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ബ്രെയിൻ ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്നത് നമ്മളുടെ സ്റ്റൊമക്കാണ്. ഈ സ്റ്റൊമക്കായ സെക്കൻഡ് ബ്രെയിന്, എന്തുകൊണ്ടാണ് സെക്കൻഡ് ബ്രെയിൻ എന്ന് നമ്മൾ ഈ സ്റ്റൊമക്കിനെ അറിയപ്പെടുന്നത്? അവിടെ നിന്ന് നമുക്ക് ചില വിഷയങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഇമോഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന, മുമ്പും പിമ്പും ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ വന്നു പോവാറുണ്ട്. എങ്ങനെയൊക്കെ ചിന്തകൾ ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ചിന്താതലങ്ങൾ വരിക എന്നുള്ള, നമുക്ക് ചിന്തയുടെ ആ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ നിന്നാണ്, നമ്മുടെ ഗട്ട് സെന്ററിൽ നിന്നാണ്, ഉദരത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി അങ്ങനെ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഓരോ ടൂൾസുകളും പഠിച്ചു വരുന്ന സമയത്ത് ഓരോ സെന്ററുകളെ കുറിച്ച് നമുക്ക് വളരെ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓരോ മനുഷ്യരിലും നമുക്ക് 3 തരം എനർജി പോയിന്റുകളുണ്ട്. നമ്മുടെ ഗട്ട് സെന്റർ, ഹേർട്ട് സെന്റർ, എവിടെയൊക്കെയാണ് ഗട്ട് സെന്റർ, ഹേർട്ട് സെന്റർ, നമ്മുടെ ബ്രെയിൻ സെന്റർ. നമ്മൾ ഈ 3 സെന്ററുമായിട്ട് നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമുക്ക് ഈ ഒരു 3ഉമായിട്ട്, അപ്പൊ നമുക്കിങ്ങനെ ഏതൊരു ചിന്ത വരുന്ന സമയത്തും നമ്മുടെ ഓരോരുടെ സ്വഭാവങ്ങൾ അനുസരിച്ച് നമ്മുടെ ഏത് സെന്ററുമായിട്ടാണ് കൂടുതൽ പ്രവർത്തനത്തിലേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ നമുക്ക് തന്നെ മനസ്സിലാവാൻ, നമുക്ക് ചിലപ്പോഴെങ്കിലും ഇമോഷൻസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് വരാറുണ്ട്, നമുക്ക് വിശപ്പ് കൂടുതൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഏത് സെൻറ്ററായിട്ടായിരിക്കാം പ്രവർത്തനം കൂടുതലെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ,
ഗഡ് സെന്ററിൽ വരുന്നതാണ് നമുക്കിപ്പോൾ 1 മുതൽ 9 വരെ പോയിന്റ് പഠിക്കാനുണ്ടെന്ന് പറയുന്നത്. അതിൽ 8, 9, 1 ഈ 3 പോയിന്റുകൾ നമ്മുടെ ഗഡ് സെന്ററുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ 3 പോയിന്റുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിയുന്നത് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്ന ക്വസ്റ്റ്യനെയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ആ വായിച്ചിട്ട് യെസ് ഓർ നോ നിങ്ങൾ ആൻസർ ചെയ്യണം. യെസ് ഓർ നോ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ആൻസർ ചെയ്ത് അങ്ങനെ തന്നെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. നാളത്തെ ക്ലാസ്സിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് നാളെ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ എല്ലാവരും ഇത് ചെയ്യണം. നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരും. ആ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഈ 8, 9, 1 എന്ന് പറയുന്നത് നമ്മുടെ ഗഡ് സെന്ററിന്റെ ഭാഗമായി വരികയാണ്. അപ്പൊ എന്താണ് ഗഡ് സെന്ററിൽ നിന്ന് വരുന്നത്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഓരോ ദിവസങ്ങൾ നമുക്ക് വിശദമായി പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി സെക്കൻഡ് വൺ പറയപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഹേർഡ് സെന്റർ. ഹേർഡ് സെന്റർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വരുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത് 2, 3, 4. ഇത് നിങ്ങൾ ഇപ്പം അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ നിങ്ങൾ ഇതിനെ കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കണ്ട. പിന്നെ നമ്മുടെ ഹെഡ് സെന്റർ, മൂന്നാം സെന്റർ ഹെഡ് സെന്റർ വരുന്നത് ബാക്കി വരുന്ന 5, 6, 7 ഈ 3 പോയിന്റ്സുകളാണ് നമ്മുടെ പിന്നെ ഹെഡ് സെന്ററിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 3 സെന്ററിലേക്ക് വരുമ്പോൾ ഇത് എന്താണ് ഇപ്പം ഈ നമ്പർ എന്നോ ഈ പോയിന്റ്സ് ഒന്നും ഇപ്പം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇന്ന് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യനെയർ ഗ്രൂപ്പിലേക്ക് തരും. ഈ ക്വസ്റ്റ്യനെയർ ഗ്രൂപ്പിലേക്ക് തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യനെയർ വായിക്കുക. യെസ് ഓർ നോ നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. അതിനെ നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് തുടർന്ന് വരുന്ന ഓരോ ക്ലാസ്സിന്റെ ദിവസങ്ങളിൽ നമുക്ക് നമ്മളിതിൽ ഏത് സ്വഭാവത്തിൽ പെട്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് നമ്മൾ അഴിച്ചുപണി നടത്തണം അല്ലേ. അങ്ങനെ നമ്മൾ പിന്നെ അഴിച്ചുപണി നടത്തുന്നത് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാനും കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് പിന്നെ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് ഇതിൽ നമുക്ക് ആ ഒരു 3 സെന്ററുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് തന്നെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ഇതിലേക്ക് കൂടി പോയി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്നുള്ള ഈ സ്വഭാവം എനിക്ക് മാറ്റണം എന്നുള്ളത്. എന്നുള്ള ഈ സ്വഭാവത്തെ എനിക്ക് മാറ്റണം, എന്നിലേക്ക് ഇത് കൂട്ടിച്ചേർക്കണം എന്നൊക്കെയുള്ള ചിന്ത നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് തന്നെ ഒരു യുദ്ധത്തിന് തയ്യാറാവുകയും നമ്മളോട് ആ യുദ്ധത്തിന് തയ്യാറായിട്ട് നമ്മളിലേക്ക് ഒരു മാറ്റത്തിന് ആഗ്രഹിക്കാൻ നമ്മൾ ഇതുവരെയായിട്ട് നമ്മൾ ആരാണെന്ന് ഹു ആർ യു എന്ന് ചോദിച്ചിരുന്നത് ഞാൻ എൻ്റെ പേര് പറയും അല്ലേ. നമ്മൾ ആരാണ് എന്നുള്ള ശരിക്കും ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ആരാണെന്ന് കണ്ടെത്തി അതിനുള്ള യഥാർത്ഥ ആൻസറിലേക്ക് നമ്മൾ ആരാവണം എന്ന് കണ്ടെത്തി, നമ്മൾ ആരാവണം എന്ന് കണ്ടെത്തി, നമ്മൾ ആരാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം പിന്നെ നമുക്കിതിലേക്ക് നമുക്കൊന്നും കൂടി നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ BC 383 വർഷം മുതൽ തന്നെ ഇത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് തുർക്കി ഭാഗത്ത് നിന്നാണ് ഇത് ആദ്യമായിട്ട് ഉടലെടുത്ത് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ടും ഹിസ്റ്ററിയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഈ ടൂൾസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിമുളച്ച സംഭവം അല്ല എന്നുള്ള ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഹിസ്റ്ററിയിലൂടെ വളരെ ചെറിയ രൂപത്തിലൊന്ന് ഓടിപ്പോകുന്നത്. അത് നമുക്ക് വളരെ വലിയ രീതിയിലൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കുന്നവരാണല്ലേ. അങ്ങനെ നമ്മൾ പുസ്തകം വായിക്കുന്ന ഓരോരോ വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇന്ന് മുതൽ നമ്മളെ വായിക്കുകയാണ്, നമ്മളെ വായിച്ച് നമ്മളെ മനസ്സിലാക്കി നമ്മളെ പഠിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൂൾസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ആയിട്ടും അതേപോലെ തന്നെ ഓരോ മതക്കാരിൽ വെച്ചിട്ട് എല്ലാ മതക്കാരും എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ സംഭവങ്ങൾ കൂട്ടിക്കൊണ്ടും അങ്ങനെ ആ ഒരു മതവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിലുപരി ഇത് ഫസ്റ്റായി കൊണ്ടുവന്നത് സൂഫിമാരെന്ന് പറയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനെ സ്പിരിച്വലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് മുസ്ലിംസ് ആണ്. ഇനി മുസ്ലിംസിന് മാത്രമല്ല നോൺ മുസ്ലിംസിനാണെങ്കിൽ പോലും ഈ ടൂൾസിനെ അവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതേസമയം
പിന്നെ നമ്മൾ ഒരു ഇസ്ലാം മത വിശ്വാസ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതിൽ സ്പിരിച്വലായി നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവിക വിശ്വാസത്തിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് വരാനും നമ്മുടെ ദൈവിക വിശ്വാസത്തെ റബ്ബിനോടുള്ള വിശ്വാസത്തെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ 9 വരെയുള്ള ടൂൾസ് പഠിക്കുന്ന സമയത്ത് ഓരോ വിഭാഗത്തിലും അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓരോന്നിനെയും പോസിറ്റീവ് വശത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ പൂർവികന്മാരെന്ന് പറയപ്പെടുന്ന നമ്മൾക്ക് നമ്മുടെ പ്രവാചകന്മാരിൽ എല്ലാവരിലും കണ്ടുവരുന്നത് ഇത് 9 ഗണത്തിലും പെട്ടിരിക്കുന്ന പോസിറ്റീവായ ക്യാരക്ടറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇതിന് നമുക്കറിയാം നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരിക്കണം പൈതഗോറസ്. പൈതഗോറസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ പിന്നെ സമൂഹത്തിലേക്ക് പിന്നീട് സൂഫിമാരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പൈതഗോറസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പ്രമുഖന്മാർ ഇതിന് പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അവരുടെ എല്ലാവരുടെയും പേര് ഇവിടെ വെറുതെ എന്തല്ല ഹിസ്റ്ററി കേട്ട് അവരുടെയൊക്കെ പേരുകൾ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ട് അക്കാദമിക്കൽ പരമായിട്ട് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അതിന്റെ ഹിസ്റ്ററി ബന്ധമായിട്ട് ആർക്കെങ്കിലും നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഹിസ്റ്ററിയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അല്ല നമ്മളിവിടെ നമ്മുടെ കുറഞ്ഞ സമയത്തെ കൂടുതലായിട്ട് അവരുടെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞ് നമ്മുടെ സമയത്ത് ഇവിടെ വെറുതെ വേസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ. ഈ 1960-കളിലൊക്കെ ആണ് പിന്നെ ന്യൂയോർക്കിലൊക്കെ എന്തായിരിക്കുന്നത്, ന്യൂയോർക്കിലൊക്കെ പിന്നെ അവിടെ ഈ ഒരു അരിക്ക എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും അങ്ങനെ അവിടെ നിന്ന് അതിനെന്താക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കൂടുതൽ അപ്ഡേഷൻസ് കൊണ്ടുവരികയും അവിടെ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു അരിക്ക വെർഷൻ എന്ന് കൂടി അതിനെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഈ ഒരു വിഷയം കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഹിസ്റ്ററി സംബന്ധമായിട്ട് കുഞ്ഞു രൂപത്തിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇനി ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് ഏതൊരു വിഷയത്തെയും ശാസ്ത്രീയമായിട്ട് നമുക്ക് 100%ഓളം ഇത് ശാസ്ത്രീയമായി 100% ശാസ്ത്രീയമായി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ടൂളൊന്നല്ല ഏതൊരു ടൂൾസിനെയും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ തലവേദനയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4-5 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് പറഞ്ഞേക്കാം ഈ മെഡിസിൻ കഴിക്കരുത് എന്ന്. എന്നാൽ ആ 4 വർഷം മുമ്പ് കഴിച്ച എല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കാം? അതുപോലെയാണ് ഏതൊരു ടൂൾസ് എന്ന് പറയുമ്പോഴും ശാസ്ത്രീയമായിട്ട് അതിന് നമുക്ക് ഒരിക്കലും 100% നമുക്ക് കറക്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഇത് അത്രത്തോളം ശാസ്ത്രീയമായി ഇത് തന്നെയാണ് ശരി എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ടൂൾസിനെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന്റെ വേരിയേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് നമുക്ക് മാറ്റിത്തിരുത്തലുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് 100% അല്ല, ഒരു 90% ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 100% ശാസ്ത്രീയമായിട്ട് ശരിയാണോ എന്നൊക്കെയുള്ളത് എവിടെ അന്വേഷിക്കുകയാണ്? ഈ ഒരു ടൂൾസ് എന്നല്ല ഏതൊരു ടൂൾസിനെയും നമുക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വ്യക്തിയും നമ്മൾ മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ സ്വയം മാറ്റത്തിന് ഒരുങ്ങുകയാണെങ്കിൽ പുറത്തു നിന്ന് എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാറ്റത്തിന് റെഡി ആയിരിക്കും എന്നതാണ്. അങ്ങനെ നമ്മൾക്ക് മാറണമെങ്കിൽ, നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, നമുക്ക് ഒന്നെങ്കിലും ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവയർനെസ് വേണം. അങ്ങനെയുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട്, ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടൂൾസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേസമയം മാറാൻ ആഗ്രഹിക്കാത്ത, മാറാൻ ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു വ്യക്തിയെ മാറ്റണമെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാം, ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്, ഒരാൾ സ്വയം മാറാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം അവരെ മാറ്റാനുള്ള സിറ്റുവേഷൻസ് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇല്ല എന്നാണ്. ചില ആളുകളെങ്കിലും ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, ഒരാൾ മാറാൻ ഉദ്ദേശിക്കാത്തിടത്തോളം കാലം റബ്ബിന് പോലും അവരെ മാറ്റാൻ പറ്റുകയില്ല എന്ന്. അവിടെ നമ്മൾ കറക്റ്റ് ആക്കണം. റബ്ബിന് പറ്റുകയില്ല എന്നല്ല, റബ്ബിന് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ഒരാൾ മാറാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം അവർക്ക് മാറാൻ ആഗ്രഹിക്കുന്ന സാഹചര്യം അവരിലേക്ക് അള്ളാഹു എത്തിപ്പിച്ചു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുക, എനിക്ക് മാറണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഈ ഒരു മാറ്റം നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ, ഈ മാറ്റത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിലേക്ക് എത്തേണ്ടത്? നമുക്കിപ്പം പെട്ടെന്ന് കണക്ട് ചെയ്യണമെങ്കിൽ
നമുക്കിപ്പോൾ നല്ല ദാഹമാണ് അല്ലേ? ദാഹമുള്ള നമുക്ക് വെള്ളം കുടിച്ചാൽ ദാഹം തീരും എന്നറിഞ്ഞാൽ നമ്മുടെ ദാഹം മാറുമോ? ഇല്ലല്ലോ. വെള്ളം കുടിച്ചാൽ ദാഹം തീരും എന്ന് നമ്മൾക്ക് അറിയുകയാണെങ്കിൽ നമ്മുടെ ദാഹം മാറില്ല എന്നുള്ളതാണ്. എല്ലാവരും ക്യാമറ ഓണാക്കി വരട്ടോ. അപ്പം വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ആ അറിവ് നമുക്ക് കിട്ടിയതോട് കൂടിയിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു? ആ ദാഹത്തെ മാറ്റാനുള്ള വെള്ളത്തെ തേടി നമ്മൾ പോവുകയാണ്. ആ വെള്ളം എവിടെയാണുള്ളത്? ആ വെള്ളം നമുക്ക് ചിലപ്പോൾ കിണറിൽ നിന്ന് കിട്ടാം, ചിലപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് ബോട്ടിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടാം. അങ്ങനെ എവിടെ നിന്നാണെങ്കിലും അതിന് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണ്. വിശക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും. ആ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ പോയി ഇങ്ങനെ നിന്നാൽ നമുക്ക് ഫുഡ് ഉണ്ടാവുമോ? ഇല്ല. ആ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫുഡ് അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് എന്നിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതോട് കൂടിയിട്ട് എന്താവുകയാണ്? എന്നിലുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് വേണ്ട സാഹചര്യങ്ങളും സിറ്റുവേഷൻസുകളും നമുക്ക് നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന കുറഞ്ഞ പേരാണെങ്കിൽ പോലും ഇവരെന്താണ്? ഇവർ മാറ്റത്തെ ആഗ്രഹിച്ചവരാണ്. നിങ്ങൾ മാറ്റത്തെ ആഗ്രഹിച്ചു വന്നവരാണ് അല്ലേ? ആ മാറ്റത്തെ ആഗ്രഹിച്ചു വരുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഈ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണതോട് കൂടിയിട്ട് ഇതൊരു നല്ല സംഭവമായിരിക്കും അല്ലേ? ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്ന് പഠിച്ചാലോ? ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് പഠിക്കലോട് കൂടിയിട്ട് നമ്മൾ മാറുമോ? നേരത്തെ നമ്മൾ വെള്ളം കുടിക്കലോട് കൂടി ദാഹം മാറും എന്ന് പഠിച്ചത് കൊണ്ട് നമ്മുടെ ദാഹം മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ള അറിവ് നമുക്ക് കിട്ടിയതോട് കൂടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുന്നു, വെള്ളം എടുക്കുന്നു, അത് ഒഴിക്കുന്നു, കുടിക്കുന്നു. ആ കുടിച്ചതോട് കൂടിയിട്ടാണ് നമുക്ക് ദാഹം മാറിയത്. ആ ദാഹം മാറിയപ്പോഴാണ് ദാഹിക്കുമ്പോഴുണ്ടായ അവസ്ഥ എന്താണെന്നും ദാഹം മാറിയ സമയത്തുണ്ടായ അവസ്ഥ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ഇനി വേറൊരു ദാഹിക്കുന്ന വ്യക്തിയോട് വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ദാഹം മാറണ അവസ്ഥയ്ക്ക് എന്താണ് എന്ന് ആ വ്യക്തി അറിയണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും എന്തായിരിക്കണം? വെള്ളം എടുത്ത് കുടിക്കണം. അല്ലാതെ തന്നെ നമ്മൾ പറയലോട് കൂടിയിട്ട് അവർക്ക് ഒരിക്കലും അത് അനുഭവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാനുള്ള സംഭവമല്ല. ലൈഫ് എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ള സംഭവമാണ്. പറഞ്ഞറിയിക്കുക എന്നുള്ളത് വെറും നമ്മളൊരു നോവൽ വായിക്കുന്നത് പോലെ, കഥ കാണുന്നത് പോലെ, TV സ്ക്രീനിൽ നമ്മൾ സിനിമ കാണുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് കാണുന്ന ചിത്രമല്ല. ലൈഫ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാനും നമ്മളിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മളത് പ്രവർത്തിപ്പിക്കാനും ചെയ്യേണ്ടതാണ്. അപ്പോൾ നാം അതിനെ ആദ്യം ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അതിനെ നമ്മൾ അനുഭവിക്കുക. അതിനെ നാം അനുഭവിച്ച് ആസ്വദിച്ചാൽ മാത്രമേ നമുക്കതിനുള്ള ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇതെന്താണ്, ഇതൊരു തട്ടിപ്പായിരിക്കോ, ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് നടക്കുകയാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരികയാണല്ലോ, അങ്ങനെ നിങ്ങൾ അവിടെ എന്താക്കാണ് അതിനൊക്കെ ഒരു വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അത് അങ്ങനെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറ്റം വേണോ? നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ അതിലേക്ക് ഇറങ്ങുക, അതിൻ്റെ ഭാഗമാകുക, അതിലേക്ക് ലയിച്ച് ചേരുക. അതിലേക്ക് നമ്മൾ ലയിച്ച് ചേർന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നു ഈ ഒരു ടൂൾസ്. ഇതിൽ നമുക്കിനി 9 ക്യാരക്ടർ എന്ന് പറഞ്ഞു. 9 ക്യാരക്ടറിൽ ഓരോന്നിലും വരുന്നത് 20 ക്വസ്റ്റ്യൻസുകൾ വരും. ആ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ 9ലുള്ള 20 നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ അതിനെ മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നാളെയുള്ള ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിൽ വേറൊന്നും വളരെ ഡീപ്പായിട്ട് ആൻസർ ഒന്നും എഴുതാനില്ല. യെസ് ഓർ നോ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങളൊരു പേപ്പർ എടുക്കുക. ഫസ്റ്റ് സെറ്റ് 1 എന്ന് എഴുതുക. എന്നിട്ട് സെറ്റ് 1 എന്ന ഒരു വലിയ 1 കൊടുക്കുക. എന്നിട്ട് നമ്പർ 1, അവിടെ നമ്പർ 1ന്റെ നേരെ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അങ്ങനെ ട്രൂ എന്ന് എഴുതണ്ട, ഒരു ശരി മാർക്ക് കൊടുത്താൽ മതി, തെറ്റിന്റെ ഒരു മാർക്ക് കൊടുത്താൽ മതി. കുറഞ്ഞ സമയം മതി. എന്തിനു വേണ്ടിയിട്ടാണ് കുറഞ്ഞ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മളല്ലാതെ തന്നെ ഒരു മൊബൈലിൽ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോയോ ഇൻസ്റ്റാഗ്രാം വീഡിയോ സ്ക്രോൾ ചെയ്തിട്ട് എത്രമാത്രം സമയം നമ്മൾ പാഴാക്കുന്നുണ്ടല്ലേ? പക്ഷേ ഈ ഒരു കുറഞ്ഞൊരു ടൈം നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്, ഈ ഒരു സമയം നാം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനെ വായിച്ചു നോക്കണം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ 20 എണ്ണത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. ട്രൂ ഓ ഫോൾസോ എന്താണ് നിങ്ങളിലേക്ക് കിട്ടിയത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് 2 ഇടുക, വലിയ 2 ഇടുക. ആ വലിയ 2 ഇട്ട് അതിലെയും 20 എണ്ണത്തിൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഈ 1 മുതൽ 9 വരെയുള്ള സെറ്റിനും ഓരോ പേജിലായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യാം. ആൻസർ ചെയ്തിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിൽ കൂട്ടി വെക്കുക. എല്ലാത്തിനെയും ടോട്ടലിൽ എത്ര ട്രൂ കിട്ടിയിട്ടുണ്ടെന്ന് കൂട്ടി വെക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്
നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെയിൻ വണ്ണില് 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എത്ര ട്രൂ കൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിങ്ങൾ കൂട്ടിയിടുക. സെക്കൻഡ് റോളിൽ നിങ്ങൾ പോവുക, അവിടെയും നിങ്ങൾ കൂട്ടിയിടാം. അങ്ങനെ 9നെയും നിങ്ങൾ കൂട്ടിയിടാം. ആ 9നെയും നിങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങൾക്ക് അടിയിൽ എന്തായിരിക്കും, ഔട്ട് ഓഫ് 20യിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയിരിക്കും അല്ലേ. ഈ ഔട്ട് ഓഫ് 20യിൽ നിങ്ങൾക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഇവിടെ നിങ്ങൾ 9 സബ്ജക്റ്റ് ആക്കി എടുക്കുക. ആ 9 സബ്ജക്റ്റില് എല്ലാത്തിലും ഔട്ട് ഓഫ് 20യിലായിരുന്നു എക്സാമിനേഷൻ. ഈ ഔട്ട് ഓഫ് 20യിൽ നടന്ന എക്സാമിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 20യിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് സബ്ജക്റ്റിലാണ് കിട്ടിയത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഒരുപാട് സ്കൂളിലൊക്കെ എക്സാം ഒക്കെ എഴുതിയവരല്ലേ. അപ്പൊ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് മാർക്ക് കിട്ടിയത് അതൊന്നും മാറ്റി എഴുതുക. ഏതിലാണ്, 9ലാണോ, 8ലാണോ, 7ലാണോ, 6ലാണോ, 5ലാണോ, 4ലാണോ, 3ലാണോ, 2ലാണോ, 1ലാണോ, ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ അവിടെ മാറ്റിയിടാം. ഇനി നിങ്ങളുടെ സെക്കൻഡ് റാങ്ക് ഏതാണെന്നുള്ളത് വീണ്ടും എഴുതുക. തേർഡ് റാങ്ക്, അങ്ങനെ ഒരു 3 റാങ്ക് ഇട്ട് വെച്ചാൽ മതി, ബാക്കി വിട്ടേക്കൂ. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ 3 റാങ്കും നിങ്ങൾ വേറെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഈ സംഭവം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കുക. നാളെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സാധനമായിട്ടായിരിക്കണം നിങ്ങൾ വരേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ആ അത്രയും ക്വസ്റ്റ്യൻസ് വായിച്ച് നമ്മുടെ സമയം വെറുതെ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത്രത്തോളം ഞാൻ അതിനെ പറഞ്ഞു തരുന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചോളൂ. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഏറെ മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടോ ഇനിയാഗ്രാമിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൽ വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. മോഡലിന് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ രണ്ട് മോഡലാണ്. ക്ലിയർ ആകുന്നില്ല. മോഡലായിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെയാണോ? മോഡലായിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അല്ലേ, ഞാൻ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ കയ്യിലെടുത്തിട്ടില്ലേനും ഇപ്പം എടുക്കാം. സോറി, അതിൽ മോഡലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ സെറ്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കാര്യങ്ങളും സാധിക്കുന്നിടത്തോളം പൂർണ്ണമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നല്ല പൂർണ്ണതയിൽ ഉണ്ടാവണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ. 2, എന്നിലുള്ള കുറവുകളെ ഒഴിവാക്കാൻ ഞാൻ കഠിന പ്രയത്നം ചെയ്യുന്നു. ഇനി അതാണ് അതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ. ഇനി സെക്കൻഡിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്നോട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാം എന്നുള്ളത്, അതിനെ കുറിച്ചിട്ട് അത് എനിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഓരോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, വളരെ പിന്നെ എന്താണ് ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് ഞാൻ അയച്ചു തരുന്ന സമയത്ത് ജസ്റ്റ് ഇൻഷാല്ലാ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് മനസ്സിലാവാൻ വേണ്ടി പറ്റും. വളരെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിന് ശരിയോ തെറ്റോ എന്നുള്ളത് മാത്രം. ഇനി ചിലതിൽ കൺഫ്യൂഷൻസ് വന്നേക്കാം, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അങ്ങനെ കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. അപ്പൊ ഇനി ശരിയോ തെറ്റോ ഇതിപ്പോ എന്താണ് എന്നുള്ളത് കൺഫ്യൂഷൻസ് വന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്, അവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് മാർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് കൺഫ്യൂഷൻ വന്നതിന് ഇതിപ്പോ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്ത് കൊടുക്കരുത്, അവിടെ ശരിയോ തെറ്റോ എന്തെങ്കിലും ഒന്ന് വെറുതെ കൊടുക്കരുത്. നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് കിട്ടിയതിന് മാത്രം ശരിയിടാം, അല്ലാത്തതിന് തെറ്റാണോ കിട്ടിയതിന് തെറ്റിടാം. രണ്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസ് മാർക്ക് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എനിയാഗ്രാമിന്റെ ആ ഒരു ചെറിയ രീതിയിൽ അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് പറയാനിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ഗഡ് സെന്റർ എന്ന് പറയുന്നത് പിന്നെ ഗഡ് സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് വരികയാണ്. അപ്പൊ ഈ സ്റ്റൊമക്കുമായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പിന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഈ ഒരു വിഭാഗത്തിലേക്ക് വരുന്നുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഹെഡ് സെൻറ്ററുമായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ഈ ഒരു സംഭവങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത്. അപ്പം അത് മനസ്സിലാക്കി വരുന്ന സമയത്ത് നമുക്കറിയാം ചിലവർക്കൊക്കെ ഭയങ്കരം ദേഷ്യം വരുന്ന സമയത്ത് വിശപ്പ് കൂടുതലുള്ള ആളുകൾ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ പിന്നെ ചില ആളുകൾക്കെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് ഉറക്കം വരുന്ന ആളുകൾ ഉണ്ടായേക്കാം. ചില ആളുകൾ ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതെ മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അപ്പൊ ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് പല സിറ്റുവേഷനുകളിലും പല രീതിയിൽ അതിനെ ആ ഒരു രീതിനെ നമ്മൾ കൊണ്ടുപോകുന്ന പല ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താണ്ട റീസൺസ് എന്താണ്? നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ച് പോകുന്നത്? മറ്റു ചിലവർ എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്ന സമയത്ത് മൗനം പാലിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നത്? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു നമ്പറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു ടൂൾസ് പഠിക്കുന്നത് എന്നാണ് അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു ടൂൾസ് പഠിക്കുന്നത് ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടല്ല എന്നറിയോ? മറ്റുള്ളവരെ നന്നാക്കാനല്ല. നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവിധ ടൂൾസുകളും കൊണ്ടുവെക്കാറുണ്ടല്ലേ? നമ്മൾ മുറ്റത്ത് കളച്ച് മറിക്കാനുള്ള ടൂൾസ് ഉണ്ട്, വീടിനകത്ത് ഉപയോഗിക്കാനുള്ള ടൂൾസ് ഉണ്ട്, കിച്ചൺ എക്യുപ്മെന്റ്സ് ഉണ്ട്, അല്ലെ? എല്ലാ ടൂൾസുകളും നമ്മൾ നമ്മുടെ വീടുകളിൽ കൊണ്ടുവെക്കാറുണ്ട്. നമ്മൾ എന്തിനാണ് നമ്മുടെ വീടുകളിൽ ഇത്തരം ടൂൾസുകളൊക്കെ കൊണ്ടുവെക്കുന്നത്? അപ്പുറത്തെ വീടിന്റെ വാതിൽ കുത്തിപ്പൊട്ടിക്കാനാണോ? അല്ല. അതേസമയം ഈ ടൂൾസുകളൊക്കെ ഒരു അക്രമിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരെന്താണ് ചെയ്യുക? അവർ ചിലപ്പോൾ ഇതുകൊണ്ട് അപ്പുറത്തെ വീടിന്റെ ഡോറ് അല്ലെങ്കിൽ ലോക്ക് കുത്തി തുറക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളെന്ന് പറയണം, നമ്മൾ ഇത്തരം ടൂൾസുകളൊക്കെ വാങ്ങി ഇവിടെ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പുറത്തെ വീടിന്റെ ലോക്ക് തുറക്കാനല്ല, അപ്പുറത്തെ മതിൽ കുത്തിപ്പൊട്ടിക്കാനല്ല. പകരം നമ്മുടെ വീട്ടു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിലെ മുറ്റത്ത് വരുന്ന പുല്ലുകളൊക്കെ പറിച്ചെടുക്കാനും അവിടെ ആവശ്യത്തിന് നമുക്ക് കളക്കാനും കുഴിയെടുക്കാനും അവിടെ വേണ്ട ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് അതിനുള്ള കുഴി ഉണ്ടാക്കാനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ഈ ഓരോ ടൂൾസുകളും നമ്മൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു എനിയാഗ്രാം എന്ന് പറയുന്ന ഈ ടൂൾസ് നമ്മൾ എടുക്കുന്നതും നമ്മൾ പഠിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടല്ല? മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യാനല്ല, അതേസമയം നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളാവുന്നതാണ്. ഞാൻ എന്നെ നന്നാക്കാതെ ഞാൻ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അല്ലെ? എനിക്ക് എന്നെ മാത്രമേ മാറ്റേണ്ടതുള്ളൂ. ഞാനെന്ന വ്യക്തി മറ്റൊരാളെയാണ് എനിക്ക് വേണ്ടി എൻ്റെ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനെന്ന വ്യക്തി മറ്റൊരാളെയാണ് നന്നാക്കേണ്ടതെങ്കിൽ എനിക്കിപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്, 5 മക്കളുണ്ട്. ഞാൻ ഈ 5 മക്കളെയും മാറ്റണം, എൻ്റെ ഹസ്ബൻഡിനെയും മാറ്റണം, ആരാളെ മാറ്റണം? അതിനപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ആരൊക്കെ ഉണ്ടാവും? എനിക്ക് ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, പിന്നെ ജ്യേഷ്ഠൻ, അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെ അങ്ങനെ പോകും, അല്ലേ? ഇനി നമ്മുടെ ഒരു വർക്ക് മേഖലയിലേക്ക് വരണമെങ്കിലോ നമ്മുടെ കൊളീഗ്സ് ഉണ്ടാവും, അങ്ങനെ അങ്ങനെ നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടാവും, അങ്ങനെ നമ്മുടെ വിശാലമായി പോകും. അങ്ങനെ ഈ വിശാലമായി നാമുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടതായി വരും, അല്ലേ? അങ്ങനെ ഞാൻ എൻ്റെ അവസ്ഥയിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് അവരെ റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരാളെ റെഡിയാക്കുന്ന സമയത്ത് മറ്റത് റോങ് ആവും, ഇവരെ റെഡിയാക്കുന്ന സമയത്ത് അവരെ റോങ് ആവും, അല്ലെ? ഞാനിവിടെ പോവാണ്, ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ മറ്റേ ജ്യേഷ്ഠത്തിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ പോയ കാരണം കൊണ്ട് ഇവർ ചിലപ്പം എന്നോട് പിണങ്ങിയേക്കാം. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലോ, മറ്റുള്ളവരെ എനിക്ക് വേണ്ടിയിട്ട് മാറ്റാനോ, മറ്റുള്ളവരെ പറിച്ചു നടാനോ, മറ്റുള്ളവരെ എടുത്തു വെക്കാനോ അല്ല ഈ ടൂൾസ് നമ്മൾ അഴിച്ചു പണി നടത്താൻ ഉപയോഗിക്കേണ്ടത്. പകരം നമ്മളിലേക്ക് ഞാനെന്ന വ്യക്തിയുടെ ആ ഒരു റിപ്പയർ നടക്കുകയാണെങ്കിൽ, ഞാനെന്ന വ്യക്തിയിലേക്ക് എവിടെയെങ്കിലും മാറ്റം വരികയാണെങ്കിൽ എന്നെ എന്ത് ചെയ്യണം? എന്നെ ഒന്ന് അഴിച്ചു പണി നടത്തിയിട്ട് ഞാനെന്ന വ്യക്തി ഇവിടെ ആവുമ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യണം, ഇവിടെ ആവുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്, മറ്റൊരിടത്താവുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുക എന്നുള്ളത് നമുക്കത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾക്കൊരു വാട്ടർ എടുക്കുകയാണെങ്കിൽ, ഒരു വാട്ടർ എടുത്താൽ ആ വാട്ടർ ഒരു ഗ്ലാസ്സിലാണ് നിൽക്കുന്നതാണെങ്കിൽ വാട്ടർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്? അത് സ്വയം അവസ്ഥ മാറിയിട്ട് ഗ്ലാസിന്റെ മോഡലിലേക്ക് സെറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലേ? ഇനി ആ വാട്ടർ നമ്മളൊരു ബോട്ടിലേക്ക് ഒഴിക്കുകയാണെങ്കിലോ പെട്ടെന്ന് തന്നെ ആ വാട്ടർ അതിന്റെ അവസ്ഥ മാറ്റിയിട്ട് ആ ബോട്ടിലേക്ക് സൂട്ടായി അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോവുകയാണ്. അല്ലാതെ നേരത്തെ ഞാൻ ഗ്ലാസ്സിലാണ് ഇരുന്നത്, എനിക്ക് ഈ ഒരവസ്ഥയിലേക്ക് തന്നെ പോകണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഏതുപോലെ ആയിരിക്കും? നമ്മുടെ ഐസ് കട്ടയെ പോലെ ആയിരിക്കും. നമ്മൾ ആ വാട്ടർ എടുത്ത് ഗ്ലാസ്സിൽ വെച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് കട്ടയായ ആ ഐസ് കട്ട എടുത്ത് കുപ്പിയിലേക്ക് ഇടാൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഐസ് കട്ട ഒന്നുകിൽ കുറച്ച് സമയം വെയിലത്ത് വെച്ചിട്ടോ പുറത്ത് വെച്ചിട്ടോ നമ്മൾ അതിനെ ഉരുകി വെള്ളമാക്കേണ്ടി വരും. അതല്ലെങ്കിലോ ഒരു കല്ലെടുത്ത് മുട്ടിയെടുത്ത് കുത്തി പൊട്ടിച്ച് കുപ്പിന്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും, അല്ലേ?
അങ്ങനെ ആ ഐസ് കട്ട എടുത്ത് നമ്മൾ ആ ഗ്ലാസ്സിലുള്ള ഐസ് കട്ടയെ ഇനി നമ്മൾ ആ ഐസ് കട്ടയെ കുത്തി പൊട്ടിച്ച് ബോട്ടിലിന്റെ അകത്തേക്ക് ഇട്ടാൽ പോലും ആ ബോട്ടിലായി പൊരുത്തപ്പെട്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ബോട്ടിൽ എങ്ങനെയെങ്കിലും ആയിരിക്കുമല്ലോ, എങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുക. ആ ബോട്ടിലായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് ആ ബോട്ടിലായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനെന്ന വ്യക്തിയെ മാറ്റം വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മറ്റൊരു വ്യക്തിയിലേക്ക് ലയിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് ലയിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഐസ് കട്ടയുടെ അവസ്ഥയിലേക്ക് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. അതേസമയം കുറച്ച് സമയം അങ്ങോട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താവും? നമ്മുടെ ഐസ് കട്ട അങ്ങോട്ട് ഉരുകി നേരത്തെ 4 കട്ട ഇടുമ്പോഴത്തേക്ക് ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബോട്ടിന്റെ കാൽ ഭാഗം മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? പാവ ഐസ് കട്ടകളൊക്കെ ഉരുക്കി വെള്ളമായിട്ട് ആ ബോട്ടിന്റെ അടിയിൽ ഒരു കാൽ ഭാഗത്തേക്ക് മാത്രം വന്നു അല്ലേ? അതുപോലെ അപ്പോൾ എന്താകും? വീണ്ടും നമുക്ക് കുറച്ചും കൂടി അവിടെ വെള്ളം ഒഴിക്കാനുള്ള സ്ഥലം കിട്ടുന്നുള്ളതാണ്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെന്ന വ്യക്തിയാണ് നമ്മൾ മാറ്റാൻ നോക്കേണ്ടത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ മാറ്റാനോ മറ്റുള്ളവരെ അയക്കാനോ മറ്റുള്ളവർക്ക് അയച്ചു പണി നടത്താനോ നമ്മൾ നോക്കേണ്ടതില്ല എന്നും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കാൻ പോകുന്നു. നാളെ എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ആവുക. ഇന്നത്തെ സെഷൻ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആണല്ലോ, ഇതിൻ്റെ ഒരു റെക്കോർഡ് നമുക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നാളത്തേക്ക് നമുക്ക് കുറച്ച് പേർക്കും കൂടി നമുക്ക് അഡ്മിഷൻ എടുപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ഇന്നാൾക്കും കൂടി ഇത് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പം പറ്റിയില്ലെങ്കിൽ ഈ ഫുൾ ക്ലാസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല. നിങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ലിങ്കിൽ ജോയിൻ ചെയ്യണമെന്നും കൂടി ഓർപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഉണ്ടെന്ന് ചോദിച്ചോളൂ. അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവർക്കും പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ വൈൻഡപ്പ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.